സുഹൃത്തുക്കളെ ഇന്ന് നിൽക്കുന്ന ഒരു വെള്ളച്ചാട്ടം, ഒരു അമ്പലത്തിൻ്റെ മുമ്പിൽ കൂടെ വെള്ളം കുത്തി ഒഴുകി പോകുന്നതും അവിടെ കളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് വെള്ളത്തിൽ കൂടെയൊക്കെ. അടിപൊളി ലൊക്കേഷനാണ്. അരുവിക്കലാണ് സ്ഥലം, കളത്തൂർ. നമുക്കൊന്ന് ജസ്റ്റ് കണ്ടു നോക്കാം. കോട്ടയമാണ് ഡിസ്ട്രിക്ട്. ഇവിടെ നിന്നൊരു ഗ്രാമീണ ഒരു ഭാഗമാണ്. അത് ഇവിടെ ഇങ്ങോട്ടൊക്കെ വീടുകളാണ്. ജസ്റ്റ് ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, അരുവിക്കൽ ശ്രീ ശിവ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. കളത്തൂരാണ് സ്ഥലം. അതുപോലെ തന്നെ അരുവിക്കൽ അതേ അങ്ങോട്ട് പാർക്കിംഗ് സൗകര്യമുണ്ട്. അങ്ങോട്ടേക്ക് വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാണ്ട് അങ്ങറ്റത്തൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങോട്ട് ജസ്റ്റ് സൈക്കിളിൽ വന്നതാണ് തൊടുപുഴയെന്ന് ഒന്ന് കാണിക്കാൻ വേണ്ടി. സ്ഥലം ഗൂഗിളിൽ നോക്കിയപ്പോൾ അടിപൊളി ലൊക്കേഷനാണ്. നമുക്കൊന്ന് അടുത്തൊന്ന് കണ്ടറിയാം. ഇങ്ങോട്ട് വീടുകളാണ് ചുറ്റും. സമയം ഒരു 4 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പം കാഴ്ചയൊക്കെ കാണാനായിട്ട് ദൂരെ നിന്നൊക്കെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതേ ഒരു ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ആൾക്കാർ. അമ്പലമാണ്. അതിൻ്റെ ഫ്രണ്ട് സൈഡിലൂടെയാണ് ഈ വെള്ളം ഇങ്ങനെ ഒഴുകുന്നത്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, കുറവിലങ്ങാട് ഗ്രാമപഞ്ചായത്ത് വ്യക്തിയുടെ പേര്. 4 മണി സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുക. ഞാൻ എൻ്റെ സൈക്കിൾ എവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട്. എൻ്റെ സ്റ്റാൻഡ് ശരിയല്ല. റബ്ബർ തോട്ട ഏരിയ ആണ്. അങ്ങോട്ട് റബ്ബർ തോട്ടമാണ് ഏരിയ. ഇവിടെ ഒരു ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, നോട്ടീസ് പോലെ. സ്വാമി ക്ഷേത്രം കളത്തൂർ കുറവിലങ്ങാട്. ക്ഷേത്രനട തുറക്കുന്ന സമയം രാവിലെ 5:45. കുറേ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് അനുസരിക്കും വരുന്ന ജനങ്ങൾക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടി. അതാണ്ടോ ലൊക്കേഷൻ. ഒരു അമ്പലം, ശ്രീ ശിവ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ്. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. അതിൻ്റെ മുമ്പിലൂടെ ഒഴുകുന്ന വെള്ളം തടങ്ങി. അടിപൊളി ലൊക്കേഷൻ കേട്ടോ, ഒന്നും പറയില്ല. ദീപം കൊളുത്തുന്ന ഇവിടെയാണ്. ഈ വെള്ളം ഒഴുകുന്നതിൻ്റെ ഇവിടെ ഇത് അമ്പലനടയാണ്. വ്യാഴാഴ്ച ദിവസമാണ്. ഇതൊക്കെ ഇവിടെയുള്ള പിള്ളേർ തന്നെയാണെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ ഡെയിലി വന്നവർ തന്നെ, ഇവിടെ അടുത്ത് താമസിക്കുന്നവരൊക്കെ. ഒരു ശരി അടിപൊളി പ്ലേസാണല്ലോ. ഈ കുളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, മുമ്പിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അമ്പലത്തിൽ നിന്നുള്ള അനൗൺസ്മെൻ്റ് അല്ല ഇതുവഴിയാണ് വിളിച്ചു പറയുന്നത്. ഇവിടെ ഒരു ഇത് വെച്ചിട്ടുണ്ട്, സ്പീക്കർ വെച്ചിട്ടുണ്ട്. ഇവിടെ ഗംഭീര കളിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ചെറിയൊരു വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. മേളിൽ നിന്ന് തന്നെ വെള്ളത്തിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഇത് മേളിലൊരു തോടാണ്. തോട് മേളിൽ നിന്ന് ഇങ്ങനെ വരുവാണ്. അപ്പോൾ ഇവിടെ അമ്പലം തൊട്ടിപ്പുറം. അമ്പലത്തിൻ്റെ നടപാത മുമ്പിൽ കൂടെ ഇങ്ങനെയാണ് ഈ തോട് ഒഴുകി പോകുന്നത്. അപ്പോൾ അവിടെ ഇങ്ങനെ നല്ല രീതിയിൽ ഈ വെള്ളച്ചാട്ടം ഇങ്ങനെ ഉണ്ട്. അടിപൊളി ലൊക്കേഷനാണ്. വെള്ളച്ചാട്ടം ഇവിടെ നിന്ന് ഇങ്ങനെ ഒഴുകി പോവാണ് സൈഡിൽ കൂടെ. ഇങ്ങോട്ട് റബ്ബർ തോട്ടമാണ്. റബ്ബർ തോട്ടത്തിൻ്റെ ഭാഗമാണ് ഇങ്ങോട്ട് മൊത്തം റബ്ബറാണ്. വ്യാഴാഴ്ച ദിവസം ഉണ്ട്, ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ നല്ലപോലെ. നല്ലൊരു പമ്പ് ഏരിയ ആണ്. കണ്ടിരിക്കേണ്ട ഒരു ഏരിയ തന്നെയാണ്. വെള്ളവും പിന്നെ വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. വൈകിട്ട് സമയങ്ങളിലൊക്കെ ഇവിടെ ഈ ദീപം ഇങ്ങനെ കൊളുത്തും, ഈ വിളക്ക്. അപ്പം നല്ല ഒരു ഭംഗിയാണ്. രാത്രി സമയങ്ങളിലൊക്കെ ആണെങ്കിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ട് ജസ്റ്റ് നടക്കുകയൊക്കെ ചെയ്യാം. ഒന്ന് പോയി നോക്കാം അങ്ങോട്ട്. അവിടെ നിന്ന് കുറേ പേര് വീഡിയോ ഒക്കെ പിടിക്കുന്നുണ്ട്.
നല്ല ലൊക്കേഷൻ തന്നെയാണ്. ആ റോഡിൽ നിന്ന് നമ്മൾ കയറി വരുമ്പോൾ ഇങ്ങനെ ഒരു ഇൻട്രസ്റ്റാണ് കാണുന്നത്. കയറി വന്ന ഭാഗം ഇങ്ങനെയാണ്, വെള്ളത്തിൽ കൂടെ ഇങ്ങനെ പോകും. തെന്നി പോയി കഴിഞ്ഞാൽ പണി പോകും. വെള്ളത്തിൽ കിടക്കും. ഈ വെള്ളത്തിൽ നേരെ ഒഴുകി അങ്ങോട്ടിയല്ല. അടിപൊളി, നല്ല രസമുണ്ട്. ഈ മേളിൽ നിന്ന് പ്ലാസ്റ്റിക്കൊക്കെ ഒഴുകി വന്നിട്ട് എന്നിട്ട് ജനങ്ങൾ ഒഴുക്കി വിടുന്നതാണ്. അല്ലാതെ അവിടെ നിന്ന് ഞാൻ പറഞ്ഞ ആ വിളക്ക് വൈകിട്ട് സമയങ്ങളിലൊക്കെ കത്തിക്കുന്നത്. വൈകിട്ട് സമയങ്ങളിലൊക്കെ രാത്രിയാണ് ഇത് കത്തിക്കും. അപ്പം നല്ല രസമാണ് ഈ വെള്ളവും ചുറ്റുപാടും ഇങ്ങനെ കാണുമ്പോൾ. അമ്പലത്തിൽ തൊഴാൻ വരുമ്പോൾ ഇങ്ങനെയാണ്, ഇതുവഴിയാണ് നടന്ന് കയറി പോകുന്നത്. ഇവിടെ പിടിച്ച് കയറാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇതുവഴിയാണ് കയറി പോയി തൊഴുതിട്ട് വരുവാണ്. ഇപ്പോൾ അടച്ചിട്ടേക്കുവാണ്. സമയം 4 മണിയൊക്കെ 4 ആവാറായിട്ടുണ്ട്. കുറച്ച് നേരം ഇങ്ങനെ സ്പെൻഡ് ചെയ്ത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ബോർഡും കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. വേനൽക്കാലം ആകുമ്പോൾ ഇവിടെയൊക്കെ വെള്ളം ഇങ്ങനെ കുറവാണ്. ഇത്രയും വെള്ളം കാണില്ല, കറ കുറയും. തോടാണിത്. ജസ്റ്റ് ഈ സൈഡിൽ കൂടെ ഇങ്ങനെയൊക്കെ വെള്ളം പോകുള്ളൂ. അപ്പോൾ സമയത്ത് സൈഡിൽ കൂടെ ഇങ്ങനെ വേണം. ഈ ചെറിയ അരുവിൽ കൂടെയൊക്കെ ആ സമയത്ത് വെള്ളം പോകുള്ളൂ. അപ്പം മഴക്കാലം ആയതുകൊണ്ടാണ് ഇത്രയും വെള്ളം പോവാണ്. സുഹൃത്തുക്കളെ, കാഴ്ചയൊക്കെ കണ്ട് ഇപ്പോൾ സമയം 5 മണിയൊക്കെ ഉണ്ട്. ഇനി ഇപ്പോൾ വീട്ടിൽ പോകണം. ഇവിടുന്ന് 30 കിലോമീറ്റർ അടുത്തേ ഉള്ളൂ. അപ്പം സ്ഥലങ്ങളൊക്കെ കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങളൊന്ന് വരുവാണെങ്കിൽ സ്പെൻഡ് ചെയ്തൊക്കെ നോക്കാം. നല്ല അടിപൊളി ലൊക്കേഷനായിരിക്കും. കുറവിലങ്ങാടാണ് സ്ഥലം. കുറവിലങ്ങാട് കഴിഞ്ഞ് അരുവിക്കൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ് അമ്പലം. അമ്പലത്തിന് മുമ്പിൽ വെള്ളം ഒഴുകുന്ന വെള്ളച്ചാട്ടം, ചെറിയൊരു ഭാഗങ്ങളൊക്കെയാണ്. ജസ്റ്റ് ഒന്ന് വരിക, ഒന്ന് കണ്ട് സ്പെൻഡ് ചെയ്യുക. ഫാമിലിയൊക്കെ വന്നാലും സ്പെൻഡ് ചെയ്യാനായിട്ട് അടിപൊളി ലൊക്കേഷൻ തന്നെയാണ്. നമുക്ക് മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ടാറ്റാ.